நான் ஆசீர்வாதம் கேட்டது. நம்ம மலையாளத்தில் சொல்லும் വേദിയിൽ ഇരിക്കുന്ന മാന്യ വ്യക്തികൾക്ക് സ്വാഗതം. പക്ഷെ ഇത് എപ്പടി சொல்லுன்னு എനിക്ക് தெரியல. വേദിയിൽ ഇരിക്കുന്ന பெரியவருக்கு வணக்கம், பெரியவருக்கும் வணக்கம், வேதியில் இருக்கிற பெரியவருக்கு என் வணக்கம். വലിയ തങ്കച്ചിമാര് അണ്ണന്മാര് എല്ലാവർക്കും വണക്കം. ഇനി മലയാളത്തിൽ പറയാതാണുള്ളത്. വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തികൾക്കും എന്നെ ഞാനാക്കിയ എന്റെ സഹോദരി സഹോദരന്മാർക്കും എന്റെ നമസ്കാരം. ഇവിടെ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെ കൂടെ നിൽക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവരീ പറയുന്ന അത്ര വലിയ ആളൊന്നല്ല ഞാന്. ഇന്നും ഈ കലാഫീൽഡില് ഒരു നഴ്സറി കുട്ടിയാണ് ഞാൻ. എന്തായാലും ഇവിടെ എത്തിച്ച ഭഗവാനോടും എന്റെ ഗുരുനാഥന്മാരോടും എന്റെ അമ്മയോടും ഞാൻ ആദ്യമായിട്ട് ഞാൻ അനുവാദം ചോദിക്കാൻ, എന്റെ അമ്മയുടെ ഒരു അനുഗ്രഹമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. പിന്നെ ഈ എൻ ശ്വാസമേ എന്നുള്ള പടം, അതിന്റെ ഡയറക്ടറും റൈറ്ററും ക്യാമറാമാനും എല്ലാമായ മണിപ്രസാദ്, അത് എനിക്കിന്ന് ഒരു ഡയറക്ടറല്ല, എന്റെ മകനാണ്. ഞാൻ അത്രയും ചെറുപ്പം തൊട്ട് ഞങ്ങൾ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു, തിയേറ്റർ ആർട്ടിസ്റ്റ് എന്ന് പറയും. ഇവിടെ സ്റ്റേജിൽ നാടകത്തിന് പോകുന്ന സമയത്ത് പോലും എന്റെ മകനായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണിത്. അവൻ ആദ്യം ക്യാമറ ചെയ്തു, അസിസ്റ്റന്റ്, അസോസിയേറ്റ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തു. അതിലൊക്കെ ഞാൻ വർക്ക് ചെയ്തു. അവസാനം അവൻ ഒരു റൈറ്ററായി, ഒരു ഡയറക്ടറായി. അതിലൊരുപാട് അവനെ പ്രസവിച്ച അമ്മ സന്തോഷിക്കുന്നതിൽ കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നു. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർക്ക് ഞാൻ ആദ്യമായി നന്ദി പറയട്ടെ. തമിഴില് ആദ്യമായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുക, അവന്റെ കഥ അവൻ സംവിധാനം ചെയ്യുക, അവൻ ക്യാമറ ചെയ്യാന്ന് പറഞ്ഞപ്പം അതിന് മുതൽ മുടക്കാം എന്ന് പറഞ്ഞ ആ പ്രൊഡ്യൂസറെ ഞാൻ ആദ്യമായി നമസ്കരിക്കുന്നു. ആ ഒരു ധൈര്യം കാണിച്ച് അവനൊരു വായ്പ കൊടുത്ത് ആ പ്രൊഡ്യൂസറെ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ എന്താ പറയേണ്ടതെന്നറിയില്ല, അത്രയും ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. ഇപ്പൊ നമ്മള് കണ്ടുവല്ലോ, അവന്റെ കഴിവനുസരിച്ച് എല്ലാവരും നല്ല സഹകരണമായിരുന്നു. നല്ല സഹകരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല സഹകരണം. ഇപ്പൊ ആ ഒരു സോങ് കണ്ടപ്പോ തന്നെ നമുക്ക് അറിയാലോ ഏകദേശം ആ പടം എന്താണെന്നുള്ളത്. എന്തായാലും എനിക്കൊരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ, എല്ലാവരും അവന്റെ ഈ പടം അതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവന് നല്ലൊരു വായ്പ കൊടുക്കണം. ഈ പടം നല്ല രീതിയിലായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് 100% വിശ്വാസമാണ്. അതെല്ലാവരിലും ആ പടം എത്തിക്കാൻ എന്ത് വേണമെന്നുള്ള പരസ്യം കാര്യങ്ങളും അത് ചെയ്ത് അവന് നല്ല ഒരു പേര് വാങ്ങിക്കൊടുക്കുക. നമ്മുടെ പ്രൊഡ്യൂസർക്കും അതുപോലെ അതിന് ആ പണം ഇറക്കിയ അദ്ദേഹത്തിന് മനസമാധാനം, നല്ല സന്തോഷം കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും വിചാരിച്ചാൽ സാധിക്കും. ഇതിലുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാൻ ഞാൻ. പിന്നെ അതിൽ കൂടുതൽ എനിക്കിതിലൊരു ക്യാരക്ടർ തന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ എനിക്ക് ക്യാരക്ടർ തന്നില്ലെങ്കിൽ അവൻ കിടന്നുറങ്ങില്ല, അത് വേറെ കാര്യം. ഉറക്കത്തിൽ ഞാൻ ചെന്നും മഞ്ഞിട്ട് തല്ലും. പിന്നെ ഇവിടെ അപ്പൊ നിങ്ങൾക്ക് കോമഡി മലയാളം അറിയുന്നറിയില്ല. ഈ കുട്ടി ഇവിടെ ഇന്ന് ഈ പറഞ്ഞ കുട്ടി പറഞ്ഞു, ഇപ്പൊ കണ്ട പാട്ടിയാണ് തോന്നില്ല, പാട്ടിയാണ് പറഞ്ഞത്. എന്നിട്ട് വേണം പാട്ടിക്കാരെ കാരെങ്കിലും വിളിക്കുമ്പോൾ പറയാൻ അത് പാട്ടിയൊന്നുമല്ലാണ്. ഇന്നലൊരു പാര പണിയേണ്ട വല്ല കാര്യമുണ്ടോ? എങ്ങനെങ്കിലും പാട്ടിക്കാരൊക്കെ ജീവിച്ചോട്ടെ എന്നുള്ള വിചാരിക്കേണ്ടത് തമാശകളായിട്ടുള്ള. സോറി, തമിഴ് പറയാൻ അറിയില്ല, അതുകൊണ്ടാണ് പറയാൻ നമുക്ക് വിചാരിച്ചിട്ടാണ് സ്റ്റേജിൽ കയറിയത്. സ്റ്റേജിൽ കയറിയപ്പോ തോന്നി പറഞ്ഞാൽ ശരിയാവില്ല, കോളായി പോകുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇവിടെ നിന്ന് ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ നിൽക്കാനും അവരെ കൂടെ നിന്ന് ഒരു മൊമെന്റ് വാങ്ങാൻ സാധിച്ചതിലും ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ரொம்ப நன்றி மேம். ஆக்சுவலி உங்களுடைய கதாபாத்திரங்கள்லாம் தமிழ்ல பார்த்து நீங்க